السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والوفاء أما بعد. ബഹുവന്യരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കിതാബുൽ ഹിക്കം അഥവാ അൽ ഹിക്കമുൽ അതാഇയ്യ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കിതാബുൽ ഹിക്കമിലെ ഹിക്മത്ത് നമ്പർ 2, രണ്ടാമത്തെ ഹിക്മത്ത് തത്വജ്ഞാനം, തത്വോപദേശമാണ് നാം ഈ എപ്പിസോഡിൽ പഠനവിധേയമാക്കുന്നത്. മഹാനായ ഷെയ്ഖ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു: ഇറാദതുക തജ്രീദ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബ് മിനൽ ശഹ്വത്തിൽ ഖഫിയ്യ വ ഇറാദതുകൽ അസ്ബാബ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിത് തജ്രീദ് ഇൻഹിതാത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ്യ. എന്താണ് ഈ പറയുന്നത് എന്ന് പരിശോധിക്കാം. ആദ്യം അതിലെ മുഫ്രദാത്ത് അഥവാ അതിലെ ചില പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇറാദത്തുക, നീ ഉദ്ദേശിക്കുന്നത്, നീ ഉദ്ദേശിക്കൽ. തജ്രീദ് നീ ഉദ്ദേശിക്കൽ അഥവാ തജ്രീദിനെ ഉദ്ദേശിക്കൽ. തജ്രീദ് എന്ന് പറഞ്ഞാൽ തനിപ്പിക്കുക അഥവാ മാറ്റി നിർത്തുക. ഒരു സംഗതിയിൽ നിന്ന് മറ്റൊന്നിനെ മാറ്റി നിർത്തുന്നതിന്, അതിനെ തനിപ്പിക്കുന്നതിനാണ് തജ്രീദ് എന്ന് പറയുക. മുജറദാക്കുക, തനിപ്പിച്ചതാക്കുക. മറ്റൊന്നിൻ്റെ കലർപ്പില്ലാത്ത വിധം അതിനെ ഒറ്റക്കാക്കുക എന്നർത്ഥം. തനിച്ചാക്കുക, അതിനെ തനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ എന്താണ് ഈ തജ്രീദ് കൊണ്ടുള്ള മുറാദ് എന്ന് വഴിയെ വിശദീകരിക്കാം. ആദ്യം അതിലെ മുഫ്രദാത്ത്, അതിലെ പദാർത്ഥങ്ങളെ പരിചയപ്പെടുകയാണല്ലോ. മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക, മഅ ഇഖാമത്തില്ലാഹി, അള്ളാഹു നിലനിർത്തുന്നതിൻ്റെ ഒപ്പം, ഇയ്യാക നിന്നെ, അള്ളാഹു നിന്നെ നിലനിർത്തുന്നതിൻ്റെ ഒപ്പം, ഫിൽ അസ്ബാബി കാരണങ്ങളിൽ അള്ളാഹു നിന്നെ നിലനിർത്തുന്നതോടൊപ്പം അഥവാ നിന്നെ നിലനിർത്തുന്ന വേളയിൽ നീ തജ്രീദിനെ ഉദ്ദേശിച്ചു പോവുക എന്നുള്ളത് മിനശ്ശഹ്വത്തിൽ ഖഫിയ്യ, അത് ഗോപ്യമായ, രഹസ്യമായ, അടക്കി ഒതുക്കി ഒളിപ്പിച്ചു വെക്കുന്ന ഷഹ്വത്തിൽപ്പെട്ടതാണ്, ദേഹേച്ഛയിൽപ്പെട്ടതാണ്. വ ഇറാദത്തുകൽ അസ്ബാബ, നീ അസ്ബാബുകളെ ഉദ്ദേശിക്കൽ, കാരണങ്ങളെ നീ ഉദ്ദേശിക്കുക എന്നത് മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിത് തജ്രീദ്, അള്ളാഹു നിന്നെ തജ്രീദിൽ നിലനിർത്തുന്നതോടൊപ്പം. അള്ളാഹു നിന്നെ തജ്രീദിൽ നിലനിർത്തുമ്പോൾ നീ അസ്ബാബിനെ ഉദ്ദേശിക്കുക എന്നുള്ളത് ഇൻഹിതാത്തുൻ, അത് തകർച്ചയാണ്, അത് കീഴോട്ടുള്ള പതനമാണ്. അനിൽ ഹിമ്മത്തിൽ അലിയ്യ, അത്യുന്നതമായ ദൃഢനിശ്ചയങ്ങളിൽ നിന്ന്, അത്യുന്നതമായ മനക്കരുത്തിൽ നിന്നുള്ള താഴോട്ടുള്ള പതനമാണ്. എന്താണ് ഈ പറയുന്നത്? ഒരൽപ്പം ഗഹനമായ വിഷയമാണ്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ, വിശിഷ്യ കിതാബുൽ ഹിക്കമിലെ അദ്ദേഹത്തിൻ്റെ ഹിക്മത്തുകളൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ അതിന് വിശദീകരണം വേണ്ടി വന്നതും. നേരത്തെ നാം പറഞ്ഞതുപോലെ 77ഓളം ഷർഹുകൾ കിതാബുൽ ഹിക്കമിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളായി എഴുതപ്പെട്ടതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ 37ഓളം ഷർഹുകൾ എഴുതിയത് ഒരൊറ്റ പണ്ഡിതനാണ്, അഹ്മദു സറൂഖി എന്ന മഹാനാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയധികം വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ വൈപുല്യം, അതല്ലെങ്കിൽ ബാഹുല്യം, പെരുപ്പം ഉണ്ടായത് ഇത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതായതുകൊണ്ടാണ്. എല്ലാവർക്കും വളരെ കൃത്യമായി പറയുമ്പോഴേക്ക് മനസ്സിലാകുന്ന വാക്കുകൾ, വചനങ്ങളാണ് കിതാബുൽ ഹിക്കമിലെങ്കിൽ ഇത്രയധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. തജ്രീദ്, ആദ്യം നമുക്ക് കാര്യം പറയാം. ആ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ വിഷയം, തത്വജ്ഞാനം എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഉദ്ദേശം അല്ലെങ്കിൽ ആ പറഞ്ഞത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മഹാനവറുകൾ ഇതിലൂടെ പറയുന്നത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കിതാബുൽ ഹിക്കം എന്ന് പറഞ്ഞാൽ സാലിക്കീങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നവർ, തസവ്വുഫിൻ്റെ ആധ്യാത്മജ്ഞാനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ആത്മസംസ്കരണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവെ അന്വേഷിച്ച് നടക്കുന്ന ആത്മജ്ഞാനജ്ഞാനിയുടെ വഴിയാണ്, അല്ലെങ്കിൽ വഴിപുസ്തകമാണ്, വഴിയടയാളമാണ്, അതല്ലെങ്കിൽ കൈപ്പുസ്തകമാണ്, മുന്നോട്ടുള്ള ഗമനത്തിന് അവനെ സഹായിക്കുന്ന അവൻ്റെ വഴികാട്ടിയാണ് കിതാബുൽ ഹിക്കം. ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ മഹാനവറുകൾ പറയുന്നത്, ഒരു മനുഷ്യന്മാർ 2 തരമാണ്. ഞാനും നിങ്ങളും അടക്കമുള്ള മനുഷ്യന്മാരൊക്കെ 2 തരമാണ്. അതിൽ സാധാരണക്കാരായ നമ്മളൊക്കെ വലിയ ആത്മജ്ഞാനികളും അതുപോലെ ആത്മീയതയുടെ വഴിയിൽ, പരിത്യാഗത്തിൻ്റെ വഴിയിലൊക്കെ പ്രവേശിച്ച വലിയ മഹാന്മാരുമൊക്കെ, അവർ മറ്റൊരു കാറ്റഗറിയിലാണ്. ആ കാറ്റഗറിയെക്കുറിച്ചാണ് ഈ ഹിക്മത്തിൻ്റെ 2ാം ഭാഗം ചർച്ച ചെയ്യുന്നത്. 1ാം ഭാഗം നമ്മളെപ്പോലെയുള്ള അഥവാ സാധാരണക്കാരായ മനുഷ്യന്മാർ, നമ്മളൊക്കെ അസ്ബാബിലാണ് ഇപ്പോൾ ഉള്ളത്. അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ, അഥവാ നമ്മളൊക്കെ ഓരോ ദുന്യവിയായ അസ്ബാബുകളിൽ തളക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ. അസ്ബാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ജീവിച്ചു പോകാൻ ദുന്യവിയായ ഒരുപാട്
മവാദ്, ഒരുപാട് കാര്യങ്ങൾ, കാരണങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹിതരാണ്. എന്നെ ഈ കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും വിവാഹിതരാകുമെന്ന് മനസ്സിലാക്കുന്നു. വിവാഹിതരാണ്. അപ്പോൾ നമ്മൾ ഭാര്യമാരുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭാര്യമാരുണ്ട്, കുട്ടിയുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട്, നമുക്ക് വീടുണ്ട്, വാഹനമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് മഈശത്തിൻ്റെ മാർഗ്ഗങ്ങൾ ആവശ്യമാണ്. നമ്മളൊക്കെ ഓരോ ഹലാലായ മഈശത്തിൻ്റെ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരാണ്. പലരും ജോലി ചെയ്യും, ചിലരൊക്കെ ബിസിനസ് ചെയ്യും, വ്യാപാരങ്ങൾ ചെയ്യും, വ്യവഹാരങ്ങൾ ചെയ്യും, ഏർപ്പാട് ചെയ്യും. അത് ഗൾഫിലാവാം, നാട്ടിലാവാം, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലാവാം, അത് പാടത്താവാം, പറമ്പിലാവാം, ഓഫീസുകളിലാവാം, അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഏർപ്പാടുകളാവാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഏർപ്പാടുകളിൽ നമ്മൾ പങ്കുകാരാവാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാവാം, പണിക്കാരാവാം, ജോലിക്കാരാവാം. ഇതൊക്കെ അസ്ബാബാണ്. വിശദീകരണം അങ്ങനെ പോവും. നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയത്തിനകത്ത് നിന്നുകൊണ്ട് വിശദീകരിക്കുക. അപ്പോൾ ഇതൊക്കെ അസ്ബാബുകളാണ്. ഈ അസ്ബാബുകളിലാണ് അള്ളാഹു നമ്മെ നിലനിർത്തിയത് എന്നതിൻ്റെ തെളിവെന്താ? നമ്മളിതൊക്കെ ഉള്ളവരാണെന്ന് തന്നെയാണ്. അള്ളാഹു എന്നെ സബബുകളിൽ നിലനിർത്തി കഴിഞ്ഞവനാണ് എന്നതിൻ്റെ തെളിവെന്താ? ഞാനിപ്പോൾ ഇവിടെ ഒരു ജോലി ചെയ്യുന്നവനാണ്. എന്നെ കേൾക്കുന്നവരൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരോ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോ, ഏർപ്പാടുകളോ, ബിസിനസ്സോ, ജോലി ചെയ്യാൻ ഉദ്ദേശിച്ച ബിസിനസ്സും കൃഷിയൊക്കെ ആയിപ്പെട്ടു. അഥവാ ജീവിതായോധന മാർഗ്ഗങ്ങൾ ഏതായിരുന്നാലും അതൊക്കെ അസ്ബാബാണ്. ആ അസ്ബാബുകളിൽ അള്ളാഹു നമ്മെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലുള്ളത്, അതിൽ നമ്മളിങ്ങനെ വ്യാപൃതരായി കിടക്കുകയാണ്. ആ ഒരു സ്ഥിതിയിൽ നമ്മൾ തെജ്രീദിനെ തേടി പോകുക എന്നുള്ളത്. തെജ്രീദ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പരിത്യാഗം, ഇതിൽ നിന്നൊക്കെ തനിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. ഇപ്പോൾ ജറദ എന്ന് പറഞ്ഞാൽ തനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഭാഷാപരമായ തെജ്രീദ് എന്നുള്ള പദം ഇപ്പോൾ കുറേ പയറുമണികളും അതുപോലെ കടലമണികളും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതെല്ലാം കൂടി മിക്സാക്കി എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കലർത്തിയാൽ അത് മഹ്ലൂത്താണ്. അതിൽ നിന്ന് നമ്മൾ കടലമണിയെ എണ്ണി വേർതിരിച്ചെടുക്കുകയാണ്. എണ്ണ എന്നുള്ള അല്ല, വേർതിരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ പയറുമണിയെ വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ അത് തെജ്രീദാണ്. എന്ന് വെച്ചാൽ വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് മറ്റേതിൻ്റെ കലർപ്പില്ലാതെ ഇതിനെ മാറ്റി നിർത്തുകയാണ്. അതാണ് ഞാൻ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അസ്ബാബിൽ നിന്ന് നമ്മളെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സബബുകളും ഞാൻ അന്വേഷിച്ച് പോകണില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലിക്ക് പോകുന്നില്ല, പണിക്ക് പോകുന്നില്ല, ഒന്നും പുറത്തിറങ്ങാതെ ഞാൻ വീട്ടിലടച്ച ഇബാദത്തായിട്ട് കഴിഞ്ഞു കൂടുക. അതൊക്കെ അള്ളാഹു കൊണ്ടുവന്നൊരുന്ന് പറയാം. നമുക്ക് ഭക്ഷണം അള്ളാഹു കൊണ്ടുവന്നൊരു. അള്ളാഹു ഖൈറുർ റാസിഖീനാണ്. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു എന്ന് ഖുർആനിലില്ലേ? അള്ളാഹു ഓരേ അടിമക്ക് എന്നില്ലേ? അള്ളാഹു ഖൈറുർ റാസിഖീനാണെന്നില്ലേ? പിന്നെ എന്തിനാ ഞാൻ റിസ്ഖും തിരഞ്ഞു പോകുന്നത് എന്ന് ചിന്തിച്ച് ഞാൻ ജോലിക്ക് പോകാതിരിക്കുക, ഉദാഹരണം പണിക്ക് പോകാതിരിക്കുക, ഒന്നുമില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുക. എന്നാലും നമുക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, നമ്മളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അയ്യാലുണ്ട്. അയ്യാൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്നവരാണല്ലോ. അയ്യാൽ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ അർത്ഥം അതാണ്, നമ്മൾ ആശ്രയിക്കുന്നവരാണ്. ഈ ആശ്രിതരൊക്കെ, നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ വാതിൽ കുറ്റിയിട്ട് വീടിനകത്ത് ഇങ്ങനെ അള്ളാഹു എനിക്ക് റിസ്ഖ് ഇറക്കിത്തരും എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുക. ഈ തെജ്രീദ്, ഇതാണ് തെജ്രീദ്. അപ്പോൾ ഈ തെജ്രീദിനെ നമ്മൾ ഉദ്ദേശിക്കുക എന്നുള്ളത് ഇഖാമത്തില്ലാഹി ഇയ്യാക ബിൽ അസ്ബാബി, അള്ളാഹു നമ്മെ സബബുകളിൽ നിലനിർത്തുന്നതോടൊപ്പം നമ്മൾ ഈ തെജ്രീദിനെ ഉദ്ദേശം അങ്ങനെ മൂപ്പർ പറയാനുള്ള കാരണം, ഈ കാലത്ത് അദ്ദേഹമൊക്കെ ഈ സാലിഹീങ്ങൾക്കുള്ള ഒരു വഴിപുസ്തകം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് അവർക്കൊരു നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ള ഗ്രന്ഥമായിട്ട് ഇറക്കിയതാണല്ലോ. അപ്പോൾ ആ കാലത്തൊക്കെ ഒരുപാട് അന്വേഷകർ ഇങ്ങനെ അള്ളാഹു അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജോലിയൊക്കെ അങ്ങ് നിർത്തി. കുട്ടികളും മക്കളൊക്കെ ഉള്ളവർ, ബാധ്യതകളുള്ളവർ, ഉത്തരവാദിത്തങ്ങളുള്ളവർ, കുടുംബപരമായ ഭാരങ്ങളും പ്രാരാബ്ദങ്ങളുള്ള ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ മഈശത്തിൻ്റെ വഴിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് അവർ പർണശാലകളിൽ, ജാവിയകളിൽ, പള്ളികളിൽ, മൂലകളിലൊക്കെ വന്നിരിക്കാൻ തുടങ്ങി. ഓരോന്നും റിസ്ക് തേടി പോകുന്നില്ല, ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ആകെ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളും പിന്നെ അള്ളാഹു തആല ആകാശത്തിൽ നിന്ന് ഇങ്ങ് ബനു ഇസ്രായേൽക്കാർക്ക് ഇറക്കി കൊടുത്ത പോലെ അങ്ങ് ഇറക്കി കൊടുക്കുമല്ലോ. അത് മുഅ്ജിസത്തായിട്ട് അവർക്ക് ഇറക്കി കൊടുത്തു എന്നല്ലാതെ കാലാകാലം അള്ളാഹു ഇങ്ങനെ സാധാരണക്കാർക്ക് ഇറക്കി കൊടുക്കില്ല. മറിയം ബീവിയെ പോലെയുള്ള ആളുകൾക്ക് അള്ളാഹു തആല ഇറക്കി കൊടുക്കും. അത് രണ്ടാം കാറ്റഗറി പെട്ടതാണ്, അസ്ബാബ് വേണ്ടതില്ലാത്തവരെ. അപ്പോൾ ഞാനും നിങ്ങളും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ, നമ്മളൊക്കെ അസ്ബാബിനാണ് അള്ളാഹു നമ്മെ നിലനിർത്തിയത് എങ്കിൽ പിന്നെ നമ്മൾ ആ അസ്ബാബുകളിൽ നിലനിൽക്കെ നമ്മൾ തെജ്രീദും തേടി പോകുക എന്നുള്ളത്, ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒരു നാളിൽ ഒരു പ്രഭാതത്തിൽ നമ്മളങ്ങോട്ട് അള്ളാഹിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നമ്മളിതൊക്കെ വിട്ടങ്ങോട്ട് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് അത് മിന ഷഹ്വത്തിൽ ഖഫിയ്യ, അത് ഷഹ്വത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് ഇലാഹിയായ ഒരു കാര്യമല്ല. അത് മനുഷ്യൻ്റെ ദേഹേച്ഛ ഖഫിയാണ് എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് കാണൂല പെട്ടെന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ സത്യത്തിൽ അത് ഷഹ്വത്താണ്, അത് ശരീരേച്ഛയാണ്. അത് പുറത്തേക്ക് കണ്ടാൽ ഔലിയാക്കന്മാരെപ്പോലെ നടപ്പാണ്, ഔലിയാക്കന്മാരെ പോലുള്ള നടപ്പാണ്. ഔലിയാക്കന്മാരുടെ അവസ്ഥകൾ അവൻ ഏറ്റെടുത്ത പോലെയാണ്. ഔലിയാക്കന്മാരുടെ അവസ്ഥകളിൽ അവൻ വ്യാപരിച്ച അല്ലെങ്കിൽ വ്യാപൃതനായ പോലെയാണ്. കാരണം ഔലിയാക്കന്മാർ അങ്ങനെയാണ്, ആരിഫ്യങ്ങൾ, സാഹിത്യങ്ങൾ അങ്ങനെയാണ്. കുറേ ആൾക്കാർ അവർ ദുന്യവിയായ അസ്ബാബുകളൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ ലാഹിറൻ അവൻ അവരെ പോലെ ആവുക, എന്നാൽ ബാത്തിനൻ അല്ലെങ്കിൽ ഫിൽ ഹഖീഖ അവൻ ഈ ഷഹ്വത്തിലാണ്. ഇതൊരു ഷഹ്വത്തായിട്ട് മൂപ്പർ കാണുന്നത്, ഇതൊരു ദേഹേച്ഛയാണ്. എന്ന് പറഞ്ഞാൽ ഷഹ്വത്തൊക്കെ മദ്മൂമാണല്ലോ, എന്ന് പറഞ്ഞാൽ അത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ്, അത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഇത് ഷഹ്വത്തുൽ ഖഫിയ്യയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല.
അത് ഖഫിയ എന്ന് പറയാൻ കാരണം എന്താ? പുറത്തേക്ക് കാണുമല്ലോ. പുറത്ത് കണ്ടാൽ അവൻ ഔലിയപ്പാപ്പയാണ്, ഔലിയൻ്റെ മാതിരി നടക്കുകയാണ്, അല്ലെങ്കിൽ വലിയ വിലായത്തിൻ്റെ ആളാണ്, എത്തിച്ച പോലെ നടക്കുകയാണ്. എന്നാൽ അതാണോ? അല്ല. കാരണം അസ്ബാബിൻ്റെ ആളാണ്. പടച്ചോനെ കാറ്റഗറി മാറ്റിയിട്ടില്ല. അപ്പോൾ അള്ളാഹു കാറ്റഗറി മാറ്റാതെ നമ്മളായിട്ട് ധൃതി പിടിച്ച് കാറ്റഗറി മാറ്റാൻ പാടില്ല. നബി പറഞ്ഞതിൻ്റെ ചുരുക്കം മിന ഷഹ്വത്തിൽ ഖഫിയ. ഔലിയാക്കന്മാരെ പോലെ അങ്ങനെ ഷഹ്വത്ത് എന്നതിനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താ? അത് വ്യാഖ്യാതാക്കൾ പറയുന്നത് കാരണം അവൻ്റെ മനസ്സിലപ്പോൾ തോന്നുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ, ഞാൻ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ പരിത്യാഗിയായി സാഹിദായി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ എന്നെ വലിയായി മനസ്സിലാക്കും, ഞാൻ വലിയൊരു ഔലിയായി മനസ്സിലാക്കും. അങ്ങനെ ആൾക്കാരൊക്കെ എന്നെ തേടി ഇങ്ങോട്ട് വരും. അപ്പോൾ തേടി വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാരെ ഏറ്റെടുക്കും. ഞാൻ വലിയ എന്ന് പറയുമ്പോൾ ആളുകൾ എൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾക്കൊക്കെ വരും. അപ്പോൾ ആളുകൾക്ക് എന്നെ സഹായിക്കാനും എന്നെ ബഹുമാനിക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ പിന്നെ അതെന്താ? ഇത് ആ ഒരു ചിന്താഗതിയോട് കൂടിയ ഷഹ്വത്ത് തന്നെ ആയല്ലോ അത്. കാരണം അവന് തീർത്തും ആളുകളുടെ അടുത്തൊന്നും ഒരാശയില്ലാതെ അള്ളാഹുവിലേക്ക് അങ്ങ് പോവുകയാണെങ്കിൽ പടച്ചോൻ തന്നെ കാറ്റഗറി മാറ്റി കൊടുക്കും. പടച്ചോൻ കാറ്റഗറി നമ്മളെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളെ വിഭാഗം അല്ലെങ്കിൽ നമ്മളെ തരം മാറ്റാതെ, തരംതിരിവ് പടച്ചോൻ നടത്താതെ നമ്മൾ അസ്ബാബിൻ്റെ ആളുകളായിരിക്കെ നമ്മൾ ആ അസ്ബാബൊന്നും വേണ്ട എന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഭാതത്തിൽ നമ്മൾ പെട്ടെന്ന് ഈ അസ്ബാബൊക്കെ വിട്ടെറിഞ്ഞ് നമ്മൾ പരിത്യാഗത്തിൻ്റെ കുപ്പായ അണിയാന്നുള്ളത് അത് മിന ഷഹ്വത്തിൽ ഖഫിയയാണ്. അതോടൊപ്പം അടുത്ത ഭാഗം വൈറാദത്തുൽ അസ്ബാബ, അസ്ബാബിനെ നീ ഉദ്ദേശിക്കൽ മായ ഖാമത്തില്ലാഹി ഇയ്യാക ഫി തജ്രീദ്, അള്ളാഹു നിന്നെ തജ്രീദിൽ നിലനിർത്തുന്നതോടൊപ്പം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. സാഹിദീങ്ങൾ, മഹാപരിത്യാഗികൾ, അവർക്ക് അസ്ബാബിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ബാധ്യതകളും പരാധീനതകളും ഒന്നുമില്ല. അവരെ തടി മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, കുട്ടികളില്ല, മക്കളില്ല, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ അവരുടേതായ മനുഷ്യത്തിൻ്റെ മാർഗ്ഗങ്ങൾ അവർക്ക് വേറുണ്ട്. അവരൊന്നും നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ ആ പരിത്യാഗത്തിൻ്റെ ദർജയിൽ അള്ളാഹു നമ്മെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ കീപ്പെട്ട് വെക്കുക. മനുഷ്യന്മാർ ആ ദർജയിൽ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ താഴേക്കിടയിലുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുക. എനിക്കും ചെയ്യായിരുന്നു ബിസിനസ്, അല്ലെങ്കിൽ എനിക്കും എന്താ പൈസക്കാരനാകായിരുന്നു, അല്ലെങ്കിൽ എനിക്കും അധ്വാനിക്കാൻ പോകുമായിരുന്നു, എനിക്കും പൈസ ഉണ്ടാക്കായിരുന്നു, ധനസമ്പാദനത്തിന് പോകുമായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കീപ്പെട്ട് ആലോചിക്കുക എന്നുള്ളത് അത് ഇൻഹത്വാത്തുള്ളത് താഴേക്കുള്ള ഒരു അധപതനമാണ്. ഇൻഹത്വ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കീപ്പെട്ട് പതിക്കുക, അതാണല്ലോ അധപതനം. അധപതനം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കീപ്പെട്ടുള്ള തകർച്ചയാണ്, പ്രോഗ്രസ് അല്ല. ഇൻഹത്വാത്ത് നേരെ എതിര്, അത് ഡിമോഷനാണ്, കീഴ്പ്പെട്ട് താഴലാണ്. അനിൽ ഹിമ്മത്തിൽ അലിയ, അത്യുന്നതമായ നിശ്ചയദാർഢ്യത്തിൽ നിന്ന്, മനക്കരുത്തിൽ നിന്ന്. കാരണം നേരത്തെ ഹിമ്മത്തിലായിരുന്നു അവന്. ഹിമ്മത്തെന്താ? അത് അള്ളാഹുവിലെല്ലാം അർപ്പിച്ച് അസ്ബാബുകളൊക്കെ വിട്ടൊഴിഞ്ഞ് പരിത്യാഗത്തിൻ്റെ വഴി സ്വീകരിച്ച് പടച്ചോൻ്റെ മേൽ തവക്കുലാക്കി പോവുക. ലൗ അന്നക്കും തവക്കലൂന അലല്ലാഹ് ഹഖ തവക്കുലി ലഅകൽതും കമാ തഅകുലു ത്വയ്ർ തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതാന എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ അള്ളാഹു തആലാൻ്റെ മേലിൽ ഹക്കായ നിലക്ക് തവക്കുലാക്കുകയാണെങ്കിൽ, ശരിയായ പൂർണ്ണാർത്ഥത്തിൽ ശരിക്കുള്ള തവക്കുലുകളാക്കുകയാണെങ്കിൽ നിങ്ങൾ പക്ഷികളെ പോലെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. തഗ്ദൂ ഹിമാസൻ, പക്ഷികൾ അവയുടെ കൂടുകൾ വിട്ടിറങ്ങുമ്പോൾ രാവിലെ വിശന്നൊട്ടിയ വയറുമായിട്ട് കൂട് വിട്ടിറങ്ങുകയാണ്. എന്നിട്ട് തറൂഹു ബിതാന, വൈകുന്നേരം കൂടുകളിലേക്ക് അവർ തിരിച്ചു പറക്കുമ്പോൾ വയറ് നിറഞ്ഞ് വിശപ്പൊക്കെ മാറിയിട്ട് പട്ടിണിയൊക്കെ മാറി അവർ വയറ് നിറഞ്ഞ് സംതൃപ്തിയോട് കൂട്ടിലേക്ക് കൂടുകയാണ്. ഈ പക്ഷികൾ കഴിക്കുന്നത് പോലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്നൊക്കെ അള്ളാഹു റസൂൽ പറയുന്നുണ്ട്. ഈ തവക്കുലുണ്ടെങ്കിൽ, ഈ തവക്കുൽ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ വാക്കുകളൊക്കെ അതിൻ്റെ വ്യാഖ്യാതാക്കൾ, അതിൻ്റെ നമ്മളെ ആലിമീങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഉൾക്കൊള്ളണം. ഈ ഹദീസ് മാത്രം കേട്ടിട്ട് ഒരാൾ വീട് കുറ്റിയിട്ട് പറഞ്ഞാത്തിരിക്കുകയാണ്, ഞാൻ പക്ഷിയെപ്പോലെ തവക്കുലാക്കുകയാണ്, പക്ഷികളിപ്പോൾ അങ്ങനെ ജോലിക്ക് പോകണില്ലല്ലോ എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുകയാണെങ്കിലോ, അതാണ് ശൈഖ് അവർകൾ പറയുന്നത്. അള്ളാഹു നമ്മെ അസ്ബാബുകളിൽ നിലനിർത്തുമ്പോൾ നമ്മൾ ആ അസ്ബാബുകളിൽ തന്നെ പോവുക. പിന്നെ അള്ളാഹുവായിട്ട് നമ്മളെ കാറ്റഗറി മാറ്റിയിട്ട് നമ്മൾ അസ്ബാബുകളിൽ നിന്നൊക്കെ ഒഴിവാക്കി തരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ മേപ്പിട്ട് പോവുക. എന്നല്ലാതെ അസ്ബാബുകളുടെ ആളുകളായിരിക്കെ, അസ്ബാബിൻ്റെ ആലമിൽ നമ്മൾ നിലകൊള്ളുന്നവരായിരിക്കെ നമ്മൾ പിന്നെ അത് വിട്ടിട്ട് നമ്മളപ്പുറം മേലൊക്കെ ഔലിയാക്കന്മാരെ പോലെ സാഹിദീങ്ങളെ പോലെ അങ്ങോട്ട് അസ്ബാബൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പെടുന്നനെ അങ്ങോട്ട് പറയാം, അത് ഷഹ്വത്താണ്. ഖഫിയാണെങ്കിലും അത് ഷഹ്വത്താണ്. അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്, വർജ്യമാണ്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അതുപോലെ അല്ലാഹു തആല അസ്ബാബുകൾക്കൊക്കെ അതീതമായി നമുക്ക് ഇപ്പോൾ നേരത്തെ മറിയം ബീവിൻ്റെ കഥ പറഞ്ഞു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞൊരു ദറജ ഉണ്ട് മറിയം ബീവിക്ക്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി അവിടുത്തെ ഇങ്ങനെ ചടഞ്ഞിരി അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഇരിക്കുന്നൊരു സ്ഥലമാണ് മെഹ്റാബ്. അവിടെ നോക്കുമ്പോൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാൻ്റെ അടുക്കൽ ഇഷ്ടംപോലെ ഭക്ഷണം, പഴങ്ങളായിട്ടും മറ്റ് ഭക്ഷണങ്ങളായിട്ടൊക്കെ. അപ്പോൾ സക്കരിയ നബി അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് മറിയം ബീവിക്ക് ഇതൊക്കെ ആരും കൊണ്ടുവന്നിരുന്നത് കാണുന്നില്ല, മറിയം ബീവി പുറത്തു പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതും കാണുന്നില്ല, എവിടുന്നാണ് ഈ റിസ്ക് വരുന്നത് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ഖുർആൻ പറയുന്ന സംഭവമാണ്. അപ്പോൾ ഈ സക്കരിയ നബി ചോദിക്കുക മറിയമ്മനോട്, അന്നാ ലകി ഹാദാ അലൈഹിസ്സലാം, മറിയമ്മേ എവിടുന്നാ നിനക്ക് ഇതൊക്കെ, എവിടെ നിന്നാണ് ഈ വരുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് പടച്ചോൻ്റെ അടുത്തുനിന്ന്, അത് അള്ളാഹ് ഇറക്കി തരുന്ന. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു കയ്യും കണക്കുമില്ലാതെ ഹിസാബില്ലാതെ അവൻ ഉദ്ദേശിക്കുന്നവർ റിസ്ക് കൊടുക്കും. ഇത് ഖുർആൻ പറഞ്ഞതാ.
എന്നാൽ മറിയം ബീവിക്ക് അല്ലാഹു തആല ഇങ്ങനെ ഇറക്കി കൊടുത്തതുപോലെ എനിക്കും ഇറക്കി തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അകത്തിരിക്കാവോ? അത് പറ്റില്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു അത്താഇല്ലാഹി സെക്കൻഡറി തങ്ങൾ പറയുന്നത്. അള്ളാഹു നമ്മെ തജ്രീദിൽ അങ്ങനെ ആക്കിയാൽ അള്ളാഹു തആല മറിയം ബീവിയെ തജ്രീദിൻ്റെ അവസ്ഥയിൽ എത്തിച്ചു. എന്നാൽ മറിയം ബീവി ഇനിയിപ്പോൾ ഞാൻ കൊട്ടയും വെട്ടിയിട്ട് പുറത്തിറങ്ങട്ടെ, പാടത്തേക്ക് ഇറങ്ങട്ടെ, പഴക്കച്ചവടത്തിന് ഇറങ്ങട്ടെ, കൃഷിക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പാടുണ്ടോ? ഇല്ല. ആ ദർജയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കീപ്പിട്ട് പോകാന്നുള്ളത് അതിന് ഹിത്വാത്തുൻ അലിൽ ഹിമ്മത്തിൽ അലിയ. ഹിമ്മത്ത് അലിയായ ഹിമ്മത്ത് ശരിക്കും തന്നെയാണ് അള്ളാഹുവിൽ തവക്കുലാക്കൽ തന്നെയാണ്. ഉന്നതമായ അലിയ എന്ന് പറഞ്ഞാൽ ഉന്നതമായത്, ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ മനക്കരുത്ത്, മനസ്സിൻ്റെ ആ ഒരു കരുത്ത്. അപ്പോൾ ശരിയായ മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ, ഉന്നതമായ മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള തവക്കുൽ തന്നെയാണ്. ആ തവക്കുലിൽ നിന്ന് പിന്നെ അധപ്പതനമാണ്, പിന്നെ ആ ദർജയിൽ എത്തിയിട്ട് പിന്നെ താഴേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ ഇബ്നു അത്താഇല്ലാഹി സെക്കൻഡറി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഹിക്കമിൽ ഈ പറഞ്ഞ ഹിക്മത്തിൻ്റെ ഉദ്ദേശതാണ് അള്ളാഹു നമ്മെ അസ്ബാബിൽ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അസ്ബാബുമ്മ തന്നെ കൂടുക. ആ അസ്ബാബ് നല്ല നീതി, അസ്ബാബുമ്മ തന്നെ അത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അസ്ബാബിൻ്റെ ലോകത്ത് നിലനിർത്തി എന്ന് പറഞ്ഞാൽ കളവും വഞ്ചനയും ചതിയും എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളുടെ കയ്യിലുള്ളത് പിടുങ്ങിയിട്ട് തൻ്റെ കീശ വീർപ്പിക്കുക, തൻ്റെ കാര്യം ഭദ്രാക്കുക, തൻ്റെ ജീവിതം സമ്പുഷ്ടമാക്കുക, സുഭിക്ഷാക്കുക, അതിന് ഹലാലും ഹറാമും നോക്കാതെ വാരി വലിച്ചിട്ട് സമ്പാദിക്കുക എന്നുള്ളതല്ല, ഒരിക്കലും അല്ല. അള്ളാഹിൻ്റെ പൊരുത്തത്തിലായി സമ്പാദിച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടി വരുമ്പോൾ സക്കാത്ത് കൊടുക്കുക, അർഹതപ്പെട്ടവർക്ക് സദഖയായി കൊടുക്കേണ്ടത് അങ്ങനെ, സക്കാത്തായിട്ടുള്ളത് അങ്ങനെ, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. എല്ലാ ഹക്കിടപാടുകളൊക്കെ പാലിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളൊക്കെ കച്ചവടം ചെയ്തില്ലേ? ഓലൊക്കെ അസ്ബാബിലൂടെ ജീവിച്ചു പോയില്ലേ ആ ജീവിച്ച കാലത്ത്? അപ്പോൾ അതൊക്കെ ഹലാമായ രൂപത്തിലല്ലല്ലോ, അപ്പോൾ ഹലാലായ രൂപത്തിൽ തന്നെ, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതില്ലാതെ ആവുക എന്നുള്ളത് മിന ഷഹ്വത്തുൽ ഖഫിയ്യയാണ്. അപ്പോൾ ഷഹ്വത്തുൽ ഖഫിയ്യ എന്താണ്, ഹിമ്മത്തുൽ അലിയ എന്താണ് എന്നൊക്കെ ഈ വ്യാഖ്യാന വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷെയ്ഖ് അവറുകൾ ഈ ഹിക്മത്തിലൂടെ നമുക്ക് വെളിച്ചം വീശുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾക്ക് അകക്കണ്ണ് തുറന്നു തരുന്നത് ഏത് രീതിയിലാണ് നമ്മൾ അള്ളാഹുവെ അന്വേഷിച്ച് പോകേണ്ടത് എന്ന. വീണ്ടും പറയുന്നു, ഹിക്മത്തുകൾ 264ഓളം ഹിക്മത്തുകൾ അദ്ദേഹം സമ്പാദിച്ച് കോർവയായി ചിട്ടപ്പെടുത്തി സമർപ്പിക്കുന്നത് അള്ളാഹുവെ ഉദ്ദേശിച്ച് യാത്ര പോകുന്ന ആളുകൾ, സാലിഹ്യങ്ങൾ, അള്ളാഹുവിലേക്കുള്ള യാത്ര ചെയ്യുന്ന സായിര്യങ്ങൾ, ആ സാലിഹ്യങ്ങൾക്കുള്ള അവരുടെ പാഥേയം, അവർക്കുള്ള പൊതിച്ചോറ്, വഴിച്ചോറ്, യാത്രാ മുന്നൊരുക്കങ്ങൾ, അതിനു വേണ്ട വഴിയടയാളങ്ങൾ, ഇതൊക്കെയാണ് മഹാനവറുകൾ ഈ ഗ്രന്ഥത്തിലൂടെ സമർപ്പിക്കുന്നത്. ആമുഖത്തിൽ വിശദീകരിച്ച് പറഞ്ഞതാണ്. ആ കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഈ ഹിക്മത്ത് ഉൾക്കൊള്ളുക. അള്ളാഹു തആല നമ്മുടെ അകക്കണ്ണുകൾക്ക് പ്രകാശം നൽകുമാറാവട്ടെ, നേർവഴി അള്ളാഹു നമ്മുടെ മനസ്സുകളെ നയിക്കുമാറാവട്ടെ. വജസാക്കുമുല്ലാഹു ഖൈറ. വല്ലാഹു മിൻ വറാഇൽ ഖസ്ദ് വഹുവ യഹ്ദിനാ വഇയ്യാക്കും സവാഅസ് സബീൽ. വശുക്രൻ ലക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.